ഹലോ ഗായ്സ്, രാവിലെ ഇപ്പം 4 മണിയാണ് കേട്ടോ ഇവിടെ സമയം. 4 മണിയാണ്. നമ്മൾ ലോങ് ജേണിയാണ് പോകുന്നത്. ലോങ് ജേണി. നമ്മളിന്ന് പോകുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള സ്ഥലം, ഒരു ഹിസ്റ്റോറിക് സ്ഥലത്തേക്കോട്ടാണ്. എന്ന് വെച്ചാൽ ബോയിസി ഐഡാഹോ. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും മൈൽസ് ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ രാത്രിയാണ്. രാവിലെ എന്ന് പറയാം. രാവിലെ 4:30 ടൈം. ഇപ്പോൾ കാലിഫോർണിയയിലാണുള്ളത്. കാലിഫോർണിയയിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് നെവാഡ ക്രോസ് ചെയ്ത് ഐഡാഹോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. ഇത് പോകുന്നതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ലക്ഷ ട്രിപ്പ് അല്ല. നമ്മൾ $8,000 സേവ് ചെയ്യാനാണ് പോകുന്നത്. $8,000 എന്ന് പറഞ്ഞാൽ ഒരു 8 ലക്ഷം രൂപ നമ്മളെ ഇന്ത്യൻ ഇതിൽ വരും. ഒരു കാറ് മേടിക്കാൻ പോകണം നമ്മൾ. ഈ കാറെന്ന് പറഞ്ഞാൽ ഒരു മിനി വാനാണ്. ഇത് നമ്മൾ ഹിസ്റ്റോറിക് റൂട്ട് 80 നമ്മൾ ആദ്യം 680 എന്ന് പറഞ്ഞ ഹൈവേയിലായിരുന്നു, ഇന്റർസ്റ്റേറ്റ്. ഇത് റൂട്ട് 80. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സാൻ ഫ്രാൻസിസ്കോ ടു ന്യൂയോർക്ക് സിറ്റി വരെ, എന്ന് വെച്ചാൽ വെസ്റ്റ് കോസ്റ്റ് ടു ഈസ്റ്റ് കോസ്റ്റ് ക്രോസ് കൺട്രി പോകുന്ന ഒരു റൂട്ടാണേ. അതാണ് റൂട്ട് 80 പ്രത്യേകത. അമേരിക്കയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇന്റർസ്റ്റേറ്റ് ആണ് റൂട്ട് 80. ആ പ്രശസ്തമായ റൂട്ട് 80 നമ്മളിപ്പോൾ ഉള്ളത്. അതിലൊരു സെഗ്മെന്റ് നമ്മൾ കവർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ സാൻ ഫ്രാൻസിസ്കോ ടു റീനോ ഏരിയ ആണ്. റീനോ കഴിഞ്ഞ് കുറച്ചുകൂടെ പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു പോവും ഐഡാഹോയിലോട്ട്. അതിൻ്റെ ഒരു 20% നമ്മളിന്ന് 15 to 20% നമ്മളിന്ന് കവർ ചെയ്യും. അതൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പസഫിക് ഓഷ്യൻ്റെ സൈഡിൽ നിന്ന് എൻഡ് ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ സൈഡിൽ, ഹഡ്സൺ റിവറിൻ്റെ അവിടം വരെ ന്യൂയോർക്കിൽ. പിന്നെ ഇത് പോകുന്നത് റഗ്ഗഡ് ടെറൈനിലൂടെയാണ്. ഇപ്പം നമ്മൾ പോകുന്ന റൂട്ട് സിയറ നെവാഡ ക്രോസ് ചെയ്ത ഒരു ഹില്ലി സെക്ഷനാണ്. അവിടെയൊക്കെ സ്നോയും വിൻ്റർ ടൈമിലൊക്കെ ചിലപ്പം ട്രാഫിക് തന്നെ ക്ലോസ് ആവും അവിടെ. പക്ഷെ മാക്സിമം എൻഷുർ ചെയ്യും ട്രാഫിക് എനേബിൾ ചെയ്യാൻ. നമ്മളെ ഇപ്പോൾ സാക്രമെൻറ്റോ ഏരിയയിലോട്ട് അപ്രോച്ച് ചെയ്യുക കേട്ടോ. സാക്രമെൻറ്റോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ കാലിഫോർണിയയിലെ ഒരു മെയിൻ സിറ്റിയാണ് സാക്രമെൻറ്റോ. കാലിഫോർണിയയിൽ നമ്മൾ നോർത്തിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഈ സാക്രമെൻറ്റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് സിറ്റികളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ സാക്രമെൻറ്റോന് വേറൊരു പ്രത്യേകതയുണ്ടേ. ഇതിപ്പം സാക്രമെൻറ്റോ എന്ന് പറയുന്നത് കാലിഫോർണിയൻ്റെ ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ സിറ്റി. ഇപ്പം നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ ക്യാപിറ്റൽ തിരുവനന്തപുരം എന്ന് പറയുന്ന പോലെ കാലിഫോർണിയൻ്റെ ക്യാപിറ്റൽ സാക്രമെൻറ്റോ ആണ്. ഒരു ഇൻട്രസ്റ്റിംഗ് റീസൺ ഉണ്ട്. അമേരിക്കയിലെ മിക്ക ക്യാപിറ്റലുകളും ആ സ്റ്റേറ്റിലെ മേജർ സിറ്റീസ് അല്ല. ഇപ്പം നമ്മൾ കാലിഫോർണിയ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് ലോസ് ആഞ്ചലസ് ആണ്. പക്ഷേ ലോസ് ആഞ്ചലസ് അല്ല ഇവിടുത്തെ ക്യാപിറ്റൽ. സാൻ ഫ്രാൻസിസ്കോ അല്ല, സാനോസെ അല്ല, സാന്റിയാഗോ അല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നൊരു സിറ്റിയാണ് സാക്രമെൻറ്റോ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഈ ക്യാപിറ്റലും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റഫൊക്കെ മാറ്റാനുള്ള ഒരു സംഭവമാണ്. വേറെ ഒരു ഡിഫറെൻറ്റ് സിറ്റി. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലൊരു ഡേ ലൈറ്റൊക്കെ ഇങ്ങനെ ആയി തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം ഡേ ടൈമായി. ഇപ്പോൾ രാവിലെ ഒരു 5:30 ആണ് ഇവിടെ സമയം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്തു. നമ്മളൊരു 1 hour പ്ലസ് ഇപ്പം ഡ്രൈവ് ചെയ്തു. നമ്മളിപ്പോഴും ഇങ്ങനെ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നമ്മളിനിപ്പോൾ സിയറ നെവാഡ ക്ലൈംബ് ചെയ്യണമല്ലോ, എന്നിട്ട് ക്രോസ് ചെയ്യണം. എന്നിട്ട് ക്രോസ് ചെയ്തിട്ട് നെവാഡയിലോട്ട് എത്തുവാണ്. അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. സാക്രമെൻറ്റോ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളൊരു ബൈപ്പാസ് എന്നൊക്കെ പറയുന്ന പോലെ സൈഡിൽ കൂടെ അങ്ങ് കട്ട് ചെയ്ത് പോവാണ്. സാക്രമെൻറ്റോ സിറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നില്ല. അതിവിടുത്തെ മിക്ക സിറ്റിയിലും അങ്ങനെയാണ്. പ്രോപ്പർ പാസ് ചെയ്ത് പോകാൻ ഒരു ബൈപ്പാസും പ്രോപ്പർ റിംഗ് റോഡൊക്കെ പോലെയുണ്ട്. സിറ്റീൻ്റെ ഉള്ളിൽ കൂടെയും ഹൈവേസ് പോവും. അല്ലേ, സാക്രമെൻറ്റോ ചെറുതായിട്ടൊന്ന് കാണാം. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നറിയില്ല, അത്യാവശ്യം കാണാം. ഇവിടെ ഒരു എയർപോർട്ടൊക്കെ ഉണ്ട്. സാക്രമെൻറ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. കണക്ടിവിറ്റി വൈസ് വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിൻ്റാണിത്. ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യുണീക്ക് പോയിൻ്റാണ്. യുണീക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് 80 റൂട്ട് 5 ക്രോസ് ചെയ്യും. ഇപ്പം ഇവിടെ ഒരു സൈൻ ഉണ്ട്, കണ്ടോ? ഇത് കണ്ടില്ല, ഇത് നേരെ പോകുന്ന റൂട്ട് 80, റൈറ്റിലോട്ട് പോകുന്നത് റൂട്ട് 5. റൂട്ട് 5 എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് പോകുന്ന ഒരു മേജർ ഫ്രീവേ ആണ്. നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ അല്ലെ സൗത്ത് നോർത്ത് പറയുന്നത് സിയാട്ടിൽ ടു സാന്റിയാഗോ, മെക്സിക്കോ ടിവാന എന്ന് പറഞ്ഞ ബോർഡർ സിറ്റി വരെ പോകുന്നത്. വാൻകൂവർ വരെ പോകും നോർത്ത്, സിയാട്ടിൽ കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ളൊരു യുണീക്ക് ഹൈവേ ആണേ.
അപ്പോൾ ഈ മോളിൽ കൂടെ പോകുന്ന റൂട്ട് 5 ആണ് ഇപ്പം കണ്ടില്ലേ ഈ ക്രോസ് ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷനാണത്. കാരണം റൂട്ട് 80 ഈസ്റ്റ് വെസ്റ്റ് പോകുന്നു, മറ്റത് നോർത്ത് സൗത്ത് പോകുന്ന ആ റോഡ്. ഇതിപ്പോൾ നമ്മളല്ലേ കുറേയും കൂടെ പാസ് ചെയ്തു കേട്ടോ. സാക്രമെൻറ്റോ ഒക്കെ കഴിഞ്ഞ് കൗണ്ടി തന്നെ മാറി. ഇതുപോലെ സിയറ നെവാഡ റേഞ്ച് ക്രോസ് ചെയ്യാൻ പോവാണ്. അതൊരു സെറ്റ് ഓഫ് മൗണ്ടൻസ് ആണ്. അതിൻ്റെ ഒരു ബേസ് എത്തി നമ്മളിപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ചെറുതായിട്ട് കയറാൻ തുടങ്ങി. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലേ ഫ്രണ്ടിലൊക്കെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഒക്കെ മാറി. ഇപ്പം ഫുൾ പൈൻ ട്രീസ് ഒക്കെ ആയി ഗ്രാജുവലി. അത് ഭയങ്കര ചേഞ്ചാണ്. നമ്മൾ ടെറൈൻ മാറിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ റോഡൊക്കെ ഉണ്ടല്ലേ, നേരത്തെയൊക്കെ ഫുള്ള് നമുക്ക് എന്താണ് പറയുക ഒരു സ്ട്രെയിറ്റ് റൂട്ടായിരുന്നേ. ഇതിപ്പോൾ കണ്ടില്ല ഇപ്പോൾ കുറേ വളവുകളും. ഇത് എത്ര ലൈനാണ്? ഇത് 6 ലൈൻ റോഡാണിത്. 6 ലൈൻ റോഡ് നല്ലൊരു മൗണ്ടൻ പാസിലോട്ട് പോവാണ്, എൻ്റർ ചെയ്യുവാണ്. പക്ഷെ അത്രയും വൈൻഡി റോഡുകളല്ല. ആ ഒരു ആൾട്ടിറ്റ്യൂഡ് ഗ്രാജുവലി ഇതങ്ങ് കയറുവാണ് ഈ റോഡ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റൂട്ടാണ്. ഇപ്പോൾ ട്രക്കുകളൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ട് ഓടിക്കുന്നൊരു സ്ഥലമാണ് ഈ പാസ്. ഇത് ഡോണർ പാസ് എന്നാണ് പറയുന്നത്. ഡോണർ പാസ് എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഏരിയ. നമ്മൾ ഇന്ന് റെൻറ്റ് ചെയ്തേക്കുന്ന ഈ വണ്ടിയില്ലേ, ഈ വണ്ടീനെ പറ്റി ഞാൻ അധികം പറഞ്ഞില്ല. ഈ വണ്ടി മിറ്റ്സുബിഷിയാണ്. മിറ്റ്സുബിഷി എക്ലിപ്സ് ക്രോസ് എന്ന് പറയുന്ന വണ്ടിയാണ്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ് ഈ വണ്ടി. ഇതിൻ്റെ നോർമൽ 4 വീൽ ഡ്രൈവ് വണ്ടി ഉണ്ട്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇത് അത്യാവശ്യം നല്ല വണ്ടി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മിറ്റ്സുബിഷി എന്ന് പറഞ്ഞ മേക്ക് ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ലാൻസറും പജേറോയും അതിൻ്റെയൊക്കെ സെയിം മേക്കാണ്. പക്ഷേ ഇവിടെ അമേരിക്കയിൽ മിറ്റ്സുബിഷി അത്രയ്ക്കും പോപ്പുലർ അല്ല കേട്ടോ. പൊതുവെ ഉണ്ട്, അധികമില്ല. ഇപ്പം മിറ്റ്സുബിഷി ഔട്ട്ലാൻഡറും ഈവൻ ലാൻസറും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ. പക്ഷെ ഭയങ്കര റെയറാണ് മിറ്റ്സുബിഷി. എന്നുവെച്ചാൽ അത്രയും പ്രിഫേർഡ് അല്ല ആൾക്കാർ. എന്നുവെച്ചാൽ പ്രിഫറൻസിന് പല റീസൺസ് ഉണ്ട്. ഒന്നാമത് മെയിൻ്റനൻസ് കോസ്റ്റ് വരും, പിന്നെ സർവീസ് ഉണ്ട്. അപ്പം നോർമലി സാധാരണ ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ടൊയോട്ടയും ഹോണ്ടയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ടെസ്ലയും കുറേ വരുന്നുണ്ട്. നല്ലൊരു മോഡൽ 3 ഒക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. വണ്ടി സോഫാർ പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആട്ടോ. ഇത് പുതിയ വണ്ടിയാണ്. ഇത് 2026 വണ്ടിയാണ്. അപ്പോൾ നല്ല സ്മൂത്ത്, അധികം മൈലൊന്നും ഓടിയിട്ടില്ല വണ്ടി. ഒരു 10K മൈലൊക്കെയാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ വണ്ടി ഒരു സോഫാർ നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മളിപ്പോൾ ഒരു 1.5 അവർ മിച്ചം ഓടിച്ചു. 2 അവറിൻ്റെ അടുത്ത് ആറി. സോഫാർ ക്രൂസൊക്കെ ഉണ്ട്. ക്രൂസ് ഉണ്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തോളും. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എത്ര ഗ്യാപ്പ് വേണ്ടതെന്ന് ഫ്രണ്ടിലുള്ള കാറുമായിട്ട്. സ്റ്റിയറിങ് തന്നെ നിൽക്കില്ല, ലെയിൻ കീപ്പില്ല. പക്ഷേ ലെയിൻ വാർണിംഗ് ഉണ്ട്. ലെയിൻ നമ്മൾ മാറുവാണെങ്കിൽ അതിനൊരു അസിസ്റ്റും പോലെയൊക്കെ ഉണ്ട്. സോഫാർ വലിയ കുഴപ്പമില്ല കേട്ടോ ഈ കാറ്. ഇത് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിൽ കൂടെ ആട്ടോ പോകുന്നത്. ഇപ്പോൾ റോഡ് ഭയങ്കര നാരോവറായി കുറച്ചുകൂടി. പിന്നെ കണ്ടില്ല മോളിൽ കൂടെ റെയിൽ റോഡ് പോകുന്നുണ്ട്. ഇവിടുന്ന് കാലിഫോർണിയൻ്റെ ഇതിപ്പോൾ നമ്മൾ പോകുന്നത് കാലിഫോർണിയൻ്റെ ഒരു മേജർ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, ലേക്ക് ടാഹോ എന്ന് പറയും. ലേക്ക് ടാഹോൻ്റെ സൈഡിൽ കൂടെ എത്തിയിട്ടില്ല അവിടെ. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള റൂട്ടാണ് ഈ റൂട്ട് 80 പോകുന്നത്. നമുക്ക് ലേക്ക് ടാഹോ കാണാൻ പറ്റില്ല. ഡോണർ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് കാണാം, പക്ഷേ ലേക്ക് ടാഹോ കാണാൻ പറ്റില്ല. ആ ഒരു ഏരിയ കൂടിയാണ് ഇതൊക്കെ പോകുന്നത്. അല്ല, ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ടെറൈനാണിത്. ഇതിപ്പം ഭയങ്കര വൈൻഡി റോഡുകളൊക്കെ ആയി. നമ്മൾ ആ ഒരു ആൾട്ടിറ്റ്യൂഡ് ഗ്രാജുവലി കയറിക്കൊണ്ടിരിക്കുക. സഡൻ കയറലല്ല. കണ്ടില്ല 2 ട്രക്കുകൾ ഓവർടേക്ക് ചെയ്തത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. പിന്നെ നമുക്ക് ഈ റെൻ്റൽ കാർ ഉണ്ടല്ലോ, ഈ റെൻ്റൽ കാർ നമുക്ക് ഇപ്പം ഞങ്ങൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളിപ്പം കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ അടുത്താണ് എടുത്തത്. ഇത് ഡ്രോപ്പ് ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോയ്സി ഐഡാഹോയിൽ ഒരു എയർപോർട്ടുണ്ട്, അവിടുത്തെ റെൻ്റൽ കാർ സെൻറ്ററിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ 1 വേ ആണ് ഈ റെൻ്റൽ കാർ എടുത്തത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ പുതിയ കാറുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പർപ്പസ്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് അതും കൂടെ തിരിച്ച് ഓടിച്ചിട്ട് വരണ്ടേ. അപ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ ഫ്ലൈറ്റിൽ പോകാമായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫെയർ കൂടി റീസെൻ്റ്ലി. പിന്നെ ഞങ്ങൾ 3 പേരുള്ളതും കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു ഫൺ ട്രിപ്പ് ആവുമല്ലോ, ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഓൾറെഡി ഫെമിലിയർ ആണ് ഈ റൂട്ട് കുറേ. അപ്പോൾ അവിടം വരെയൊക്കെ റീനോ വരെ ഞാൻ പണ്ട് ഡ്രൈവ് ചെയ്തിട്ടുള്ള, അപ്പം പിന്നെ ഫെമിലിയർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ട്രാവലും കൂടിയാണത്. പിന്നെ നമ്മളിപ്പം ഓൺ ദ വേയിലുള്ളൊരു സിറ്റിയാണ് ട്രക്കി എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. ഞാൻ ലേക്ക് ടാഹോനെ പറ്റി പറഞ്ഞല്ലേ. അപ്പോൾ ലേക്ക് ടാഹോൻ്റെ
സൈഡിലുള്ളൊരു സിറ്റിയാണ് ട്രക്കി. ഈ ട്രക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കുറേ സ്കീയിങ് സ്പോട്ടുകളുണ്ട്. സ്കീയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കീ ചെയ്യാൻ ഇപ്പം വിൻ്റർ ടൈമിൽ ഇപ്പോൾ എല്ലാം ഇനാക്റ്റീവ് ആയിരിക്കുമേ. ഇപ്പം വിൻ്റർ ടൈമിൽ എല്ലാം ആക്റ്റീവ് ആവും. രാവിലത്തെ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സണ്ണ് അടിക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസ്റ്റിലോട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റിലോട്ടാകുമ്പോൾ ഈസ്റ്റിൽ നിന്ന് സണ്ണ് വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു അത്യാവശ്യം ഹാർഡാണ്. അപ്പോൾ ഞാൻ നല്ലൊരു പവർഫുൾ ഗോഗിൾസാണ് വെച്ചേക്കുന്നത്, ഒരു സൺഗ്ലാസ് പോലത്തെ ഒരു സാധനം നമ്മളിപ്പം ക്രിക്കറ്റേഴ്സൊക്കെ വെക്കുന്നില്ലേ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാനെൻ്റെ റെക്കോർഡിംഗ് ഡിവൈസ് മാറ്റി. ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് റേബാൻ മെറ്റ എന്ന് പറഞ്ഞൊരു ഡിവൈസാണ്, നമ്മുടെ സാധാരണ ഒരു കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു സംഭവം. ഇതിപ്പം വാൻഗാർഡ് എന്ന് പറയും, ഓക്ലേ വാൻഗാർഡ് എന്ന് പറയും. എന്നുവെച്ചാൽ റേബാൻ അല്ല, ഓക്ലേ വേറെ ബ്രാൻഡാണ്. അപ്പോൾ റീസെൻ്റ്ലി മെറ്റ ഇറക്കിയ വേറെ ഒരു ഡിവൈസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേതിലൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ക്യാമറ, ഇതിൻ്റെ ക്യാമറ വരുന്നത് സെൻറ്ററിലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് എക്സാക്ട്ലി നമ്മൾ നോക്കുന്ന സ്ഥലം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ വീഡിയോ ചിലപ്പോൾ എനിക്ക് കുറച്ചൊരു ക്വാളിറ്റി മാറ്റം ഫീൽ ചെയ്യുമായിരിക്കും, എവിഡൻ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ 3K വീഡിയോയും സപ്പോർട്ട് ചെയ്യും, 3K. അപ്പം ഞാനിപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഒരു ഓപ്ഷനാണത്, അത് 3K സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹോപ്പ്ഫുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ആ 3K അപ്ലോഡ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു പാസിൻ്റെ പ്രത്യേകത. ആണല്ലേ, ട്രക്കുകളും ഭയങ്കര ബിസി റൂട്ടാണത്. ഇപ്പോൾ സ്നോ ചെയിൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് US-ൽ. അപ്പം സ്നോ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൂടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടയറിൽ ചെയിൻ ഇടണം. ചെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ചെയിൻ പോലത്തെ ഒരു സംഭവമാണ്. അത് ടയറിൽ ഇടാൻ വേണ്ടി പർട്ടിക്കുലർ ആയിട്ടൊരു സ്പെസിഫിക് ആയിട്ടൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ സ്നോ ചെയിൻ ഇടണം. അത് ഇട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ ചെക്ക് ചെയ്യും, ഈ പോലീസ് വന്നിട്ട് ചെക്ക് ചെയ്യും. അതില്ലാത്ത വണ്ടികളെ അവർ തിരിച്ചു വിടും, U-ടേൺ എടുത്ത് നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ എനിക്ക് ഈ സീസണിൽ 1-2 പ്രാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടേ. കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് സ്കീയിങ്ങിന് 1-2 പ്രാവശ്യം പോയപ്പം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ടെസ്ല മോഡൽ 3 ആണേ. അപ്പം മോഡൽ 3-ന് ഓൾ വീൽ ഡ്രൈവും ഇല്ല, വിൻ്റർ ടയറും ഇല്ല. അപ്പം ഈ റിക്വയർമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിക്വയർമെൻറ്റ് അവർ എക്സെപ്ഷൻ തരുവാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ വീൽ ഡ്രൈവും വിൻ്റർ ടയറും ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം അങ്ങനത്തെ അല്ലെങ്കിൽ ചെയിൻ ഇടണം. ഇപ്പോൾ സമ്മറിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിൻ്റർ ടൈം ആകുമ്പം ഈ ഏരിയ കൂടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ അതൊരു ഭയങ്കര ഒരു മാൻഡേറ്റ് ആണ്. അത് നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്കൊരു ലേണിംഗ് കർവ് ഉണ്ട്. ആ സ്നോ ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യലും അതൊക്കെ കുറച്ചൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പിന്നെ ഇവിടെ കുറേ സ്കീയിങ് റിസോർട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് സ്കീയിങ് റിസോർട്ടുകളുണ്ട് കുറേ. അപ്പം ആൾക്കാരൊക്കെ കുറേ സ്കീ ചെയ്യുന്ന ഏരിയ ആണിത്. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോകണേ. ഞാനിപ്പം ഓടിച്ച് കുറച്ച് നേരം ആയല്ലോ. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കാണാനൊക്കെ സ്ഥലമേ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചേ ആ എക്സിറ്റിലൊക്കെ കയറി ഇപ്പം ഫ്യൂവലും ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ ഒരു ഫ്യൂവൽ ഉണ്ടല്ലോ, കുറച്ച് കോഫിയൊക്കെ കുടിച്ച് ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. കണ്ടിട്ട് രസമുണ്ട്, അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് സ്പോട്ടാണ്. ഇവിടെ നിന്നൊരു ലെഫ്റ്റാണ് പറയുന്നത്. ഒരു കൺട്രി സൈഡാണ്, ഒരു എന്താണ് പറയുക, ഒരു ടൂറിസ്റ്റ് ഏരിയ ഒക്കെ പോലെയുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ഞാനിവിടെ നോട്ടീസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഏരിയ ഫുള്ള് എയർബിഎൻബികളാണ്. എയർബിഎൻബി എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കേഷൻ സ്റ്റേ ഉണ്ടല്ലോ, നമ്മൾ ഈ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലോങ് വീക്കെൻഡും ഹോളിഡേ ഒക്കെ വരുമ്പം റെൻ്റ് ചെയ്യും ഇവിടുത്തെ ഇങ്ങനെ വീടുകൾ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണിത്. നമുക്കിങ്ങനെ ചുമ്മാ ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഗൈസ് ഇത് ചുമ്മാ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാണ് ഒരു സ്ഥലത്ത്. ഇവിടെ ഫുള്ള് എയർബിഎൻബികളാണ്, ഇങ്ങനെ വെക്കേഷൻ ഹോമുകൾ ആണല്ലോ. ഇവിടെ ഇങ്ങനത്തെ ഓരോ വീടുകളൊക്കെ ഉണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീടുകളിലൊക്കെ ആൾക്കാർ ഈ വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനെ ഇങ്ങനെ ഒന്ന് സ്റ്റേ ചെയ്യും. അപ്പോൾ ഇപ്പം വീക്ക് ഡേ ആയതുകൊണ്ട് ഇതെല്ലാം ആൾക്കാരാരുമില്ല. ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഒരു പൈൻ ട്രീസൊക്കെ.
ഇതിപ്പോൾ കണ്ടില്ല, നല്ലൊരു രസമുണ്ട് ഈ സ്ഥലമൊക്കെ. മൊത്തത്തിൽ നമുക്കൊരു കൺട്രി സൈഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലും എല്ലാം നല്ലതാണ്. കുറേ പൈൻ ട്രീസും കുറേ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ പുതിയ വീടുകളൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ള കുറേ ആൾക്കാർക്ക് ഇവിടെയൊക്കെ വീടുകളുണ്ട്. കുറേ ഇന്ത്യക്കാർക്കും ഉണ്ട് ഇവിടുത്തെ വീടുകൾ. ഒരു കോഫിയൊക്കെ അങ്ങ് എടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് കോഫിയൊക്കെ എടുത്തായിരുന്നു. അപ്പം നമ്മുടെ നാടൻ കോഫി, ഒരു കോഫിയൊക്കെ ഈ പൈൻ ട്രീന് അടിക്കുന്ന ഒരു സിപ്പൊക്കെ അടിക്കാന്ന് പറഞ്ഞാലേ. അങ്ങനെ നമ്മളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ആ ഒരു എയർബിഎൻബി ആ സ്റ്റോപ്പിൽ നിന്നൊക്കെ കഴിഞ്ഞ് റൂട്ട് 80 നമ്മൾ തിരിച്ചു കയറി. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് കുറച്ചൊന്ന് സ്വിച്ച് ചെയ്തേ. നമ്മൾ ഡ്രൈവിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക. അപ്പം എനിക്ക് കുറച്ചുകൂടെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. ഇത് നമ്മുടെ FSD ഓട്ടോ പൈലറ്റ് പോലെയല്ല, കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ ലേക്ക് ടാഹോയിലോട്ടുള്ള കുറച്ച് ഡയറക്ഷൻസ് ആണ്. ടാഹോ സിറ്റി, കിങ്സ് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് അത് ലേക്ക് ടാഹോയിലെ ഫേമസ് ലൊക്കേഷൻസാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കാണിച്ചു തരാം. ഇപ്പം നാവിഗേഷനിൽ ഇത് കണ്ടോ, ഇനി അടുത്ത് നമ്മൾ ഈ ഐഡാഹോയ്ക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെ. ഐഡാഹോയ്ക്ക് 206 മൈൽസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റൂട്ടിൽ നിന്ന് മാറുക. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെച്ച് എന്ന് വെച്ചാൽ 200 മൈൽസ് എന്ന് പറഞ്ഞാൽ 330 കിലോമീറ്റേഴ്സ് നമ്മൾ ഈ സിംഗിൾ ഹൈവേയിലാണ് ഇനി പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു എക്സിറ്റ് എടുക്കുന്നത് വേറെ ഹൈവേയിലോട്ട്. ഇതിപ്പം കണ്ടില്ലേ, അറ്റത്ത് അങ്ങ് കണ്ടില്ലേ, അറ്റത്തായിട്ട് അതിന് മുകളിൽ സ്നോ ക്യാപ്പ് സ്റ്റില്ലുണ്ട്. ഇവിടെയൊക്കെ ഡ്രൈ ആണ്, അപ്പുറത്തോട്ട് സ്നോ ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ടെറൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കൂടെ ഒരു റെയിൽ റോഡ് പോകുന്നുണ്ട് അല്ലേ. ആ റൈറ്റ് സൈഡിൽ അങ്ങ് കാണാം റെയിൽ റോഡ്. ചിലപ്പോൾ ട്രെയിൻ പോകട്ടോ അതിലൂടെ പോകുന്ന വെച്ചാൽ ആംട്രാക്ക് ഒക്കെ പോലത്തെ ട്രെയിൻ, അതൊരു ക്രോസ് കൺട്രി പോലത്തെ ട്രെയിനുകൾ പോകും. പിന്നെ കുറച്ച് അബാൻഡൻ റെയിൽ റോഡ്സ് ഉണ്ട് ഈ സൈഡിൽ കൂടെയൊക്കെ. അപ്പം കുറേ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഹൈക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ആ റെയിൽ റോഡിൻ്റെ ടണലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് പോകാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പം ഡോണർ ലേക്കാണ് റൈറ്റ് സൈഡിലെ. ഇത് ഡോണർ ലേക്ക് എക്സിറ്റാണ്. ഈ ഡോണർ പാസിൻ്റെ സൈഡിലുള്ള ഒരു ലേക്കാണ് ഡോണർ ലേക്ക്. ഇതൊരു ഭയങ്കര ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇപ്പോൾ ടൗൺ ലിമിറ്റ് എടുത്ത് ട്രക്കി സിറ്റിയാണ് ഈ വരുന്നത്. ട്രക്കി എന്ന് പറയും, ട്രക്ക് ഒരു സ്പെഷ്യൽ നെയിമാണ്. ഇപ്പം നമുക്ക് താഴെ ഡോണർ ലേക്ക് കാണാം. ഡോണർ ലേക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ലേക്ക് ആട്ടോ. നമ്മൾ ലേക്ക് ടാഹോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വലുപ്പമില്ല, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് എ ബിഗ് ലേക്ക്. കണ്ടില്ലേ, താഴെ കണ്ടില്ലേ, വലിയൊരു ലേക്കാണ്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം താഴെ ഒരു ലേക്കുണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ ഒരു നല്ലൊരു ഐസ്ക്രീം സ്പോട്ടുണ്ട്, ട്രക്കി ഐസ്ക്രീം എന്ന് പറയേ. അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ഡെലിക്കസിയാണ് ട്രക്കി ഐസ്ക്രീം. അവർ തന്നെ അത് ഹോം മെയ്ഡ് ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടാക്കുന്നതാണേ. നല്ലൊരു ഐസ്ക്രീംസ് ആണ്. പണ്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണേ. ആൾക്കാരൊക്കെ അവിടെ ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര തിരക്കൊക്കെയാണ്. വണ്ടിയൊക്കെ പാർക്കിങ്ങും അങ്ങനെയൊന്നും കിട്ടില്ല. അങ്ങനെ അപ്പോൾ താഴെയാണ് നമ്മുടെ ഡോണർ ലേക്ക്. ഇപ്പം ഡോണർ ലേക്ക് കുറേ ടൂറിസ്റ്റുകളും എന്ന് വെച്ചാൽ ലേക്ക് ടാഹോ വരുന്ന മിക്ക ടൂറിസ്റ്റുകളും ഇതിലൂടെ വന്ന് ഈ ഡോണർ ലേക്കിലൊക്കെ പോയി അവിടെയും വേണമെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് ചെറിയൊരു ബീച്ചൊക്കെ ഉണ്ട്. പിന്നെ കിഡ്സിനൊക്കെ ആണെങ്കിലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്, ബീച്ചും എല്ലാം ഉള്ളതുകൊണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു വ്യൂ അമേസിങ് കില്ലർ വ്യൂ ആണേ. എന്ന് വെച്ചാൽ നമ്മൾ സിയറ നെവാഡ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൗണ്ടൻ റേഞ്ചസ്. അവിടെ നോക്ക്, നല്ല മിസ്റ്റി ഫോഗിയൊക്കെ ആയിട്ടൊരു ഏരിയ ആണ്. സ്റ്റില് നമുക്ക് പൈൻ ട്രീസും എല്ലാം ഉണ്ട്. നല്ല തണുപ്പാണ് പുറത്ത്. നല്ലൊരു രസമുള്ള. ഇനിയിപ്പം നമ്മൾ ട്രക്കി ക്രോസ് ചെയ്തു. ഇപ്പോൾ റീനോ എന്ന് പറയുന്നത് നെവാഡേൻ്റെ സ്റ്റേറ്റ് ക്യാപിറ്റലാണ്. അങ്ങോട്ട് 31 മൈൽസ് ആണ് ഇനിയുള്ളത്. അത് മോസ്റ്റ്ലി നമ്മളെന്താ വെച്ചാൽ ഈ സിയറ നെവാഡ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് ഡിസെൻറ്റ് അങ്ങ് ഇറങ്ങുവാണ്. അതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ റീനോയും പിന്നെ അങ്ങോട്ട് ഐഡാഹോയൊക്കെ അങ്ങനെയും കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ മലയെ അങ്ങ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അമേസിങ് ഒരു ഇതാണ്. കണ്ടില്ല, അവിടെ കണ്ടില്ല, നല്ല പുകയൊക്കെ പോലെ മിസ്റ്റൊക്കെ കിടക്കുക ഫോഗിയായിട്ട്. കണ്ടില്ലേ ആ ഏരിയയിലൊക്കെ. ഭയങ്കര രസം കേട്ടോ. അങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ ഭയങ്കര റെയറാണ് അവിടെ. എന്നാ വ്യൂ ആ നോക്ക്, ഇങ്ങനെ പുക പോലെ സ്മോക്ക് അടിക്കൂലേ നമ്മൾ, ആ ഒരു വ്യൂ ആട്ടോ. നല്ല ഒരു സൈഡിൽ നിന്ന് നമുക്ക് സണ്ണുണ്ട്. ഇവിടുന്ന് ഈ മിസ്റ്റ് ഇങ്ങനെ സ്മോക്ക് പോലെ വരുവാണ് നമ്മുടെ ഈ റോഡിലോട്ട്. അമേസിങ് വ്യൂ ആട്ടോ. ഇങ്ങനെ കട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് മിസ്റ്റ്. ഇതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ, ഇത്രയും മിസ്റ്റൊക്കെ ഇങ്ങനെ കാണുന്നത് ഈ സൈഡിൽ. നമ്മൾ കയറിയപ്പോൾ ഇല്ലായിരുന്നു മിസ്റ്റ്. ഇപ്പം നമ്മൾ താഴോട്ട് നമ്മൾ റീനോയിലോട്ട് ഇറങ്ങുവാണ്. റൂട്ട് 80 ഈസ്റ്റാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൂട്ട് 80 ഈസ്റ്റിൽ റീനോയിലോട്ട് നമ്മൾ ട്രക്കി ടു റീനോ പാസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്റ്റീപ്പ് റോഡാണ്, പക്ഷെ നല്ല വെൽ മെയിൻറ്റൈൻ റോഡാണ് അല്ലേ.
ഗൈസ് ഇത് നമ്മൾ നെവാഡ എത്തി കേട്ടോ. നമ്മൾ കാലിഫോർണിയ ക്രോസ് ചെയ്തു. നമ്മൾ സാൻ ഫ്രാൻസിസ്കോ എന്ന് വെച്ചാൽ നമ്മൾ പസഫിക് ഓഷ്യന്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാലിഫോർണിയ മൊത്തം ക്രോസ് ചെയ്ത് എന്താണ് സാക്രമെന്റോ, ഡോണർ പാസ്, ട്രക്കി, പല പല സ്ഥലങ്ങൾ, എത്ര കൗണ്ടികൾ ക്രോസ് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ നമ്മൾ നെവാഡ സ്റ്റേറ്റിലെത്തി. നെവാഡ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല നമ്മുടെ പൊതുവേ. ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ, പക്ഷെ നെവാഡയിൽ ഒരു സ്ഥലം എല്ലാവർക്കും അറിയാം, ലാസ് വേഗാസ്. ലാസ് വേഗാസ് ഭയങ്കര ഫേമസ് സ്ഥലമാണ്, നെവാഡയിലുള്ളതാണ്. അതിന് നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലാസ് വേഗാസ് പോകുന്നില്ല, പക്ഷെ ലാസ് വേഗാസ് പോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ പാസ് ചെയ്യും. കണ്ടില്ലേ നെവാഡന്റെ ഒരു വെൽക്കം സൈൻ കണ്ടോ? ഹിയർ യു ഗോ, വെൽക്കം ടു നെവാഡ. വാവ്, അടിപൊളി അല്ലേ? ഇതാണല്ലേ റൂട്ട് 80 ഈസ്റ്റ്. ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. നമ്മൾ കാലിഫോർണിയ ക്രോസ് ചെയ്തു. ലേക്ക് ടാഹോന്റെ പ്രത്യേകത വെച്ചാൽ ലേക്ക് ടാഹോന്റെ പകുതി നെവാഡയിലാണ്, പകുതി കാലിഫോർണിയയിലാണ്. ഇതിപ്പം നെവാഡ സെക്ഷനിലോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് കയറുവാണ്. ഇപ്പോൾ റൂട്ടൊക്കെ കുറച്ച് ട്രിക്കിയാണ്, താഴോട്ട് ഡിസെന്റ് ആണ്, നമ്മൾ ചുരം ഇറങ്ങുവാണ്. വാവ്, എന്നാ ആ ഒരു ഹില്ലൊക്കെ കണ്ടില്ലേ, ഡിഫറെന്റ്. നമ്മൾ ടെറൈനൊക്കെ മാറി, പൈൻ ട്രീസ് ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കുറച്ചുകൂടി ഡ്രൈ ആയി സൈഡിലൊക്കെ ആണല്ലേ, സൈഡിലോട്ടൊക്കെ റോക്സ് ഒക്കെ ആയി. ഇനി മൊത്തം അങ്ങ് മാറും. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ടെറൈൻ മാറി ഇനിയിപ്പോൾ റീനോയിലോട്ട് പോവാണ് നമ്മൾ. ഓക്കെ ഗൈസ്, നമ്മൾ റീനോ ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് റീനോ. റീനോന്റെ കസിനോസും അങ്ങനത്തെ ഒക്കെ കാണുന്നതാണ്. നമ്മളിങ്ങനെ നോക്കിയാൽ കുറെ കാണാൻ പറ്റും. റീനോ അറിയപ്പെടുന്നത് ദ ബിഗ്ഗസ്റ്റ് ലിറ്റിൽ സിറ്റി ഇൻ ദ വേൾഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമില്ല, പക്ഷേ ലോകം ഫുള്ള് നോക്കിക്കൊണ്ടിരുന്ന ഒരു സിറ്റി ആയിരുന്നു പണ്ട് റീനോ. എന്ന് വെച്ചാൽ നമ്മൾ ലാസ് വേഗാസ് ഉണ്ടല്ലോ, ഈ നെവാഡ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഗലി കസീനോസ് ആർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാലിഫോർണിയയിലൊക്കെ റൂളുണ്ട്, ഇവിടെയുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ, നേറ്റീവ് അമേരിക്കൻസിന് മാത്രമേ കാലിഫോർണിയയിൽ കസീനോസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ റീനോ അങ്ങനെയല്ല. റീനോ ഓർ നെവാഡ അങ്ങനെയല്ല. നെവാഡയ്ക്ക് സ്റ്റേറ്റിൽ ലൈസൻസ് കിട്ടും നമുക്ക്, പുറത്തുനിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും ലീഗലിയാണ് കുറച്ചുകൂടി. അപ്പം അതുകൊണ്ട് ഈ ലാസ് വേഗാസ് പോപ്പുലർ ആകുന്നവരെ റീനോ ആയിരുന്നു പോപ്പുലർ. 70s-ലും 80s-ലും ഒക്കെ റീനോ, ഈവൻ 90s-ലും റീനോ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഇപ്പം കണ്ടില്ലേ സർക്കസും കുറേ ഫേമസ് കസീനോസ് ഉണ്ട് ഇവിടെ. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഒരു കസീനോയിൽ വന്നിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആണ്. പിന്നെ റീനോ ഇപ്പോൾ ഒരു ടെക് ഹബും കൂടെ ആയിക്കൊണ്ടിരിക്കുവാണ്. കുറേ കമ്പനികൾ, ആപ്പിൾ, ടെസ്ല, അവർക്കൊക്കെ ഇവിടെ സബ്സിഡറീസും ഉണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ റീനോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. പക്ഷെ മെയിനായിട്ട് കസീനോസ് ആണ് ഇവിടെ റീനോയിൽ പോപ്പുലർ. അപ്പോൾ നമുക്ക് റീനോൻ്റെ അടുത്തോടെ നമ്മൾ പാസ് ചെയ്യുവാണ്. വലിയ ട്രാഫിക് ഒന്നുമില്ല. നമ്മൾ റൂട്ട് 80 തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ്. റീനോന് വേറൊരു ഫാക്റ്റ് ഉണ്ട്. റീനോ 4500 ഫീറ്റ് ആണ് എബവ് സീ ലെവൽ. ഇപ്പം നമ്മൾ ബേ ഏരിയ ഒക്കെ ആണെങ്കിൽ സീ ലെവലിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണേ. അപ്പോൾ 4500 ഫീറ്റാണ് റീനോ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഗേറ്റ് വേ ടു സിയാറാണ്. സിയാറ നെവാഡ. നമ്മളിപ്പോൾ മറ്റേ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇല്ലേ, ഇപ്പം നെവാഡ എന്നൊക്കെ വരുമ്പം ഈ റീനോ കഴിഞ്ഞിട്ട് വേണം നമ്മൾ തിരിച്ച്, നമ്മളിപ്പോൾ ഇറങ്ങിയ പാസ് ഉണ്ടല്ലോ അങ്ങോട്ട് കയറാൻ. കണ്ടില്ലേ കുറേ കസീനോസും. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സിയറാസിന്റെ സ്നോ ഉള്ള മൗണ്ടൻസ് സ്റ്റിൽ റീനോയിൽ നിന്ന് കാണാം കേട്ടോ. പക്ഷെ റീനോ പൊതുവെ സമ്മറൊക്കെ എക്സ്ട്രീം സമ്മറൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നല്ല ചൂടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ സ്റ്റിൽ നമ്മൾ നെവാഡയിലാണുള്ളത്. നെവാഡയിലെ ഒരു അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ കണ്ടപ്പം ഇന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു മലകളൊക്കെ ഉണ്ടല്ലേ, പ്രത്യേക ഒരു സ്റ്റൈലാണ്. ഒരു എന്താണ് പറയുക, കുറച്ച് ഫയറൊക്കെ വന്ന് ബേൺഡ് ഔട്ട് ആയിരിക്കുന്ന പോലെ ഉണ്ട്. പ്രത്യേക ഒരു കളേഴ്സും. ഇതിൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ലേ ഒരു റിവർ ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ റിവർ. ഈ റിവറിൻ്റെ പേര് ട്രക്കി റിവർ എന്നാണ്. ഇത് അങ്ങ് മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന നല്ല സ്നോ എന്ന് വരുന്ന ഗ്ലേഷ്യർ വാട്ടറാണ്. അടിപൊളി റിവറാണ്. ഇതിൽ റാഫ്റ്റിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന റിവറാണ് അപ്സ്ട്രീമിൽ. പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ നോട്ടീസ് ചെയ്യുമായിരുന്നു, നമ്മുടെ നാവിഗേഷൻ മാപ്പിൽ നോക്കുമായിരുന്നേ. അപ്പോൾ നമ്മൾ നെവാഡയിൽ നിന്ന് നേരെ ഐഡാഹോയിലോട്ടല്ല കയറുന്നത് കേട്ടോ. ഓൾദോ നെവാഡയും ഐഡാഹോയും കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ റൂട്ട് പോകുന്നത് നെവാഡയിൽ നേരെ നോർത്ത് പോയിട്ട് ഒറേഗണിൽ പോവും. ഒറേഗൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ കയറിയിട്ട് കുറച്ച് ഒറേഗണിലുണ്ട് നമ്മുടെ റൂട്ട്, നല്ലൊരു സെഗ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഐഡാഹോയിലോട്ട് പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം നമ്മൾ നെവാഡയിൽ നിന്ന് ഇനി ഒറേഗണിൽ പോവും, ഒറേഗണിൽ നിന്ന് ഐഡാഹോയിലോട്ട് പോകും. പിന്നെ ഐഡാഹോയിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐഡാഹോയിൽ ടൈം ഡിഫറെൻ്റ് ആണ്. ഇപ്പം കാലിഫോർണിയയിലെ ടൈമായിട്ട് 1 hour ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ ടൈം എന്ന് പറയുന്നത് 8 AM ആണ് രാവിലെ. ഇപ്പോൾ ഐഡാഹോയിൽ ഓൾറെഡി 9 AM ആയി.
ഇടവ മുന്നോട്ടാണ് 1 hour. അങ്ങനെയൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ. ഇപ്പോൾ സൈഡിലൊരു ട്രെയിനൊക്കെ പോകുന്നുണ്ട് അല്ലേ, ഇത് റെയിൽ റൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ആംട്രാക്ക് എന്ന് പറഞ്ഞില്ലേ, ഇത് ആംട്രാക്കിൻ്റെ ഒരു ട്രെയിനാണ് ഈ പോകുന്നത്, പാസഞ്ചർ ട്രെയിൻ. കൂടുതലും ഗുഡ്സ് ട്രെയിനുകളാണ്, ഫ്രൈറ്റ് ട്രാഫിക്കാണ് കൂടുതൽ പോകാറ്. പാസഞ്ചർ ട്രാഫിക് ഭയങ്കര കുറവാണ് US-ൽ, എസ്പെഷ്യലി വെസ്റ്റ് കോസ്റ്റിൽ. ഈസ്റ്റ് കോസ്റ്റിൽ ആൾക്കാർ കുറേ യൂസ് ചെയ്യാറുണ്ട് ട്രെയിൻ. ഇത് നമ്മുടെ ലാസ് വേഗാസ് ആ ഒരു റൂട്ട് സിമിലർ ആണ്, എക്സെപ്റ്റ് ഫോർ ദ റിവർ സൈഡിലുണ്ട്. ബാക്കിയെല്ലാം ഒരു ഡ്രൈ അങ്ങനത്തെ ടൈപ്പ് വെതറാണേ. ഇവിടെ നമ്മളൊരു എക്സിറ്റ് എടുക്കുക കേട്ടോ. നമ്മുടെ വണ്ടീൻ്റെ ഗ്യാസും പെട്രോൾ ലെവൽ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റീനോയിൽ റീനോ അല്ല, നെവാഡയിൽ ഗ്യാസിന് വില കുറവാണ്. ഗൈസ്, ഇത് നമ്മൾ ഇപ്പം ഫ്യൂവൽ പമ്പ് ചെയ്തു. ഇവിടെ 4.4 ആണ് ഗ്യാസിന്, 4.39 കണ്ടില്ലേ. ഇത് ലൗസ് എന്ന് പറഞ്ഞൊരു ഇതാണ്. കണ്ടില്ലേ ഇവൻ കണ്ടില്ലേ, ഈ ഗ്യാസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കസീനോ, ലക്കീസ് കസീനോ കണ്ടില്ലേ. ഇവിടെ ഈ നെവാഡേൻ്റെ ഒരു സംഭവം കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ, എക്ലിപ്സ് ക്രോസ്. അതൊരു ഭയങ്കര ഒരു യുണീക്കാട്ടോ. സൈഡിൽ കൂടെ ഹൈവേ പോകുന്നുണ്ടോ നമ്മുടെ. ഇപ്പോൾ ഓരോ വണ്ടികളൊക്കെ എടുത്ത് പോകുന്നു. അവിടെ ഒരു സിമെൻറ്റ് ഫാക്ടറി ഉണ്ട്, കാണുന്നത്. ഇതാണ് പമ്പ്, ഈ കാണുന്നതാണ് പമ്പ്. ഫർദർ ഇങ്ങനെ നെവാഡേൻ്റെ ഉള്ളിലോട്ടും കയറും കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പാണ് ഈ കാണുന്നത്. നോക്കിയേ, ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞാലും എന്നാലും നല്ലൊരു സൈഡിൽ കൂടെ ഒരു ഗ്രാസ് വെജിറ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഞാൻ കണ്ട്, എനിക്കറിയില്ലായിരുന്നു സംഭവം. ഇവിടെ എത്തിയപ്പോഴത്തേന് സ്പീഡ് ലിമിറ്റ് നമുക്ക് 80 ആയി. ഇപ്പോൾ നമ്മൾ കാലിഫോർണിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 65 ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 70 ആയി, 80 ആയി ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ടെക്സാസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് 80 ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തും 80 ഉണ്ട്. അത് ഭയങ്കര ഒരു മൈൽസ് പെർ അവർ കേട്ടോ, 80 മൈൽസ് പെർ അവർ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് എബവ് 80 ആണ് ഇപ്പം നമ്മൾ പോകുന്നത്. കണ്ടില്ല, ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 90ലാണ് നമ്മൾ പോകുന്നത്. 90 മൈൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എത്രയാ 140 കിലോമീറ്ററോ അതിൻ്റെയൊക്കെ മുകളിലാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മളങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഡെഡ് സ്ട്രൈറ്റ് ആട്ടോ, ഡെഡ് സ്ട്രൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നൊരു 5-6 മൈലായെന്ന് തോന്നുന്നത്. ആദ്യമായിട്ടൊരു കർവ് പോലെ കാണുന്നുണ്ട് അങ്ങ് അറ്റത്ത്. ഇനി ഇതിൻ്റെ കണ്ടില്ല, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡില്ലേ, അതർ സൈഡ് ഓഫ് ദി ട്രാഫിക് പോകുന്നത് അങ്ങ് അപ്പുറത്തെ അന്റാർട്ടിക്ക കൂടെയാണ്. അതുകൊണ്ട് അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല, അങ്ങ് ദൂരെ വണ്ടികൾ ഇങ്ങോട്ട് വരുന്ന കാണാം. അപ്പോൾ ഇത് രണ്ടില്ലേ, ഇപ്പം രണ്ട് സൈഡ്, രണ്ട് ബൈ ഡയറക്ഷണൽ ട്രാഫിക് പോകുന്നത്. ഒരു റോഡ് ഇപ്പുറത്താണെങ്കിൽ മറ്റേ റോഡ് എനിക്ക് തോന്നുന്നൊരു 1/2 കിലോമീറ്റർ അപ്പുറത്തൂടെയാണ് പോകുന്നത്. അതെന്താ റീസൺ എന്ന് എനിക്കറിയില്ല. ചിലപ്പം ഭാവിയിലേക്കുള്ള എക്സ്പാൻഷനും എല്ലാം വെച്ചിട്ടായിരിക്കും. പക്ഷേ ഇത്രയ്ക്കും ഗ്യാപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഹ്യൂജ് ഗ്യാപ്പ്. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. ഇങ്ങനത്തെ ഒരു ലാസ് വേഗാസ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും റൂട്ട് 15, അത് റൂട്ട് 15 ആണല്ലോ, LA ടു ലാസ് വേഗാസ്. ആ റൂട്ട് പോലെ ഉണ്ട്, പക്ഷെ ആ റൂട്ടിനേക്കാളും കുറച്ചുകൂടി ഒരു എന്താ പറയുക ഡിഫറെൻ്റ് ആണ് ഈ റൂട്ട്. ഒരു ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പും അത്രയും ഡ്രൈ അല്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സീസണിൻ്റെ എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് കിട്ടില്ല കേട്ടോ. ഇപ്പം നോക്കാം, ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു വാലി കൂടെയാണേ പോകുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം സൈഡിലെ കണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സോൾട്ട് ഡിപ്പോസിറ്റ് ഉണ്ടാകും സൈഡിൽ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ എന്തൊക്കെയോ എന്താണ് പറയുക, സോൾട്ട് ലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഡ്രൈ ആയിട്ട് സോൾട്ട് ഡിപ്പോസിറ്റ് ഒക്കെ ഉണ്ട് കുറേ സൈഡിൽ കൂടെയൊക്കെ. ഇങ്ങനെ കിടക്കാണ് റൂട്ട്, ഇങ്ങനെ അങ്ങ് പോവാണ്. ഇത് കണ്ടില്ല, ഇവിടെ കണ്ടില്ലേ 114 മൈൽസും കൂടെ പോകണം. 114 മൈൽസും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ റൂട്ടിലോട്ട് കയറും. ഇതില്ലേ, ഞാൻ ആദ്യം ഈ ജേണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു കാര്യമില്ലേ, ഇത് ഫുൾ ഇങ്ങനെ നമ്മളിപ്പം റീനോ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ടെക്നിക്കലി റോഡ് ഫുൾ ഫ്ലാറ്റ് ആണ്, നമ്മൾ വലിയ മൗണ്ടൈനോ അങ്ങനെയൊന്നും കയറുന്നില്ല. പക്ഷെ സൈഡിൽ കൂടെ ഫുള്ള് നമുക്ക് ഇങ്ങനത്തെ മൗണ്ടൈൻസ് കാണാം സൈഡിൽ കൂടെ. ഈ മൗണ്ടൈൻ റേഞ്ചിൻ്റെ പേര് സൊനോമ റേഞ്ച് എന്നാണ് ഈ മൗണ്ടൻ്റെ പേര്, സൊനോമ റേഞ്ച്. ഇത് സിയറാസിൽ പെടുന്ന ഒരു വൺ ഓഫ് ദി മൗണ്ടൻസ് ആണ്. ഇവിടെ എന്താ 300 മൗണ്ടൻ റേഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ നെവാഡ സ്റ്റേറ്റിൽ. അപ്പം എൻ്റെ ഒരു എന്താണ് പറയുക അണ്ടർസ്റ്റാൻഡിങ് തെറ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതിങ്ങനെ ഇടയ്ക്കൂടെ വാലിയിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ കിടക്കുവാണേ. ഒരു വാലി ഏരിയ ആണ് മൊത്തം, പക്ഷെ ചുറ്റും മൗണ്ടൻസ് ആണ്, സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ മഴയൊന്നും കാര്യമായിട്ടൊന്നുമില്ല, ചുറ്റും മൗണ്ടൻസ് ആയതുകൊണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് മലകളാണ്. തീരെയില്ല കേട്ടോ, പോപ്പുലേഷനൊന്നും തീരെയില്ല. എനിക്കൊന്ന് വെള്ളവും എല്ലാം ലിമിറ്റഡ് ആയിരിക്കുമേ. ചെറിയ ചെറിയ ഇങ്ങനെ പോക്കറ്റ്സ് ഉണ്ട്, ഇങ്ങനെ അങ്ങ് കണ്ടില്ലേ, അവിടെ കുറച്ച് ഗ്രീനറി ഉണ്ട്, ഇങ്ങനെ ഒയാസിസ് ഒക്കെ പോലെ ഏരിയ ആയിരിക്കും. എന്നാലും പക്ഷേ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നത്,
എൻ്റെ നെഫിയാണ് ഓടിക്കുന്നത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഡെഡ് സ്ട്രെയിറ്റ് റോഡാണ്. ഇപ്പോൾ ഇല്ലേ നാവിഗേഷനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡെഡ് സ്ട്രെയിറ്റ് ആണ്. ഇനി നമുക്ക് 56 മൈൽസ് കഴിഞ്ഞാൽ വെന്നമിക്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വെന്നമിക്ക, അവിടുന്ന് നമ്മൾ തിരിയും. റൂട്ട് 18 നമ്മൾ വേറെ റൂട്ടിലോട്ട് മാറും. അതൊരു US റൂട്ടാണ്. അതിലോട്ട് മാറി പിന്നെ നമുക്ക് നോക്കാം അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും. പിന്നെ നമ്മൾ ഒറേഗണിലോട്ടാണ് ഹെഡ് ചെയ്യുന്നത്. ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജേണി കണ്ടിന്യൂസ്. പിന്നെയും ഇപ്പോഴും 80 ആണ്. ഇവിടെയൊക്കെ അടിപൊളി എന്തൊക്കെയോ സ്ട്രക്ചറുകളൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ. പഴയ എന്തൊക്കെയോ റിമൈനിങ്സ് ഒക്കെയാണ് അല്ലേ. നമ്മുടെ വെന്നമുക്ക 32 മൈൽസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ 10 hour ഡ്രൈവാണ്. 1100 കിലോമീറ്റേഴ്സ്, 600 മൈൽസ്, അതാണ് കവർ ചെയ്യുന്നത് ഈ ജേണി. വൺ സൈഡ് കേട്ടോ, വൺ സൈഡാണെന്ന് ആലോചിക്കണം. നമ്മൾ തിരിച്ചും ഇതേപോലെ നമ്മുടെ പുതിയ വണ്ടി എടുത്ത് തിരിച്ചു വരണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങളിത് കാണുന്നവരാലോചിക്കുന്നുണ്ടാവും, ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു നീഡ് എന്താണെന്നല്ലേ. ഇതിന് മെയിൻ വൺ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കാൻ പോകുന്ന വണ്ടീൻ്റെ പേര് ടൊയോട്ട സിയന്ന എന്നാണ്. ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലീൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് അതിപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് കാറ് വലുതാകണമല്ലോ. ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഇന്നോവയോ ഇപ്പം ടിഗയോ അങ്ങനെ വലിയ കാറുകൾ എടുക്കുമല്ലോ. സിമിലർ യൂസ് കേസാണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓരോ ഡീലർഷിപ്പ്, ഇപ്പം ഞങ്ങൾക്കൊക്കെ അവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കാലിഫോർണിയയിൽ ഡീലറുണ്ട് ടൊയോട്ടേൻ്റെ, മൾട്ടിപ്പിൾ ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ടൊയോട്ട, ഹോണ്ട എന്നൊക്കെ പറയുന്ന വണ്ടികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഡീലേഴ്സ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ വണ്ടിക്ക് ഒരു പ്രൈസ് ഉണ്ട്. നമുക്കിപ്പോൾ MRP എന്നൊക്കെ പറയുന്ന MSRP എന്നൊക്കെ പറഞ്ഞ പ്രൈസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനേക്കാൾ ഒരു $5,000 ആണ് അവരത് കയറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. പിന്നെ ആകെ ലിമിറ്റഡ് നമ്പർ ഓഫ് വണ്ടിയേ വരുള്ളൂ ഓരോ മന്ത്. അപ്പം ചില ഡീലർഷിപ്പൊക്കെ റേറ്റ് കുറഞ്ഞ ഡീലർഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ഒരു ഫ്യൂ മന്ത്സ് അഡ്വാൻസ്ഡ് ബുക്ക്ഡ് ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ചെയ്തെന്ന് പറഞ്ഞാൽ ChatGPT ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് നോക്കി എന്തെങ്കിലും നമുക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ. അപ്പോൾ ChatGPTയോട് ചോദിച്ചു ഞാൻ ആ കാലിഫോർണിയ ഡീൽ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ChatGPT കണ്ടുപിടിച്ച് തന്നാണിത്. നമ്മുടെ ഈ ഐഡാഹോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ആദ്യം എനിക്ക് ഐഡാഹോ ഇത്രയും ഡ്രൈവബിൾ ആണെന്നോ ഒന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നേ. ഐഡാഹോ എനിക്ക് വാഷിങ്ടൺ സ്റ്റേറ്റിൻ്റെ അടുത്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു 10 hour കൊണ്ട് എത്താമെന്നും. അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് 5,000 അല്ല 3,500 or 4,000 അടുത്ത് നമുക്ക് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞവർ. അപ്പോൾ നമുക്ക് ടോട്ടലി നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് $8,000+ ആണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് ഈ ഒറ്റൊരു എഫേർട്ട് കാരണം. അപ്പോൾ 8,000 ഇതെന്ന് പറഞ്ഞാൽ അല്ലേ, $8,000 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 lakhs rupees ആണ്. നമുക്ക് അത്രയും സേവിങ് ആണേ. ഇപ്പോൾ വണ്ടീൻ്റെ പ്രൈസ് വെച്ച് നോക്കിയാൽ തന്നെ ഹ്യൂജ് ആണത്. കാരണം വണ്ടീൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് ഇപ്പം ഈ പുതിയ പ്രൈസ് വെച്ചിട്ട് $51,000 എന്ന് വെച്ചാൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 50 lakhs എന്ന് കൂട്ടാം. അല്ലെങ്കിൽ നമുക്കിതൊരു 60 lakhs ഒക്കെ ആയേനെ, ശരിക്കും പറഞ്ഞാൽ 60 lakhs rupees ആയേനെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഡിഫറൻസ് ആണേ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി കിട്ടി അവിടെ, ആ കളറും അതെല്ലാം നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, നിങ്ങളത് ഫൈനലി കാണുമല്ലോ ആ വണ്ടി എന്താന്ന്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് എന്താണ് ക്രൈസ് ആണോ ഇത്രയും 10 hours ഡ്രൈവ് ചെയ്തല്ലേ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. പക്ഷെ സോഫാർ ഇതൊരു ഫൺ എക്സ്പീരിയൻസ് ആട്ടോ. നമ്മളിപ്പം വഴിയിലൊരു അവിടെ നിർത്തി, പിന്നെ നമ്മൾ ലേക്ക് ടാഹോൻ്റെ ഏരിയയിൽ നിർത്തി, നമ്മൾ ആ കുറച്ച് അവിടുത്തെ ഒരു കൂൾനെസ് ഒക്കെ എൻജോയ് ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് ഡ്രൈ വെതറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ എൻജോയ് ചെയ്യാണ്.